തുടർച്ചയായിട്ട് ആദ്യത്തെ 2 ഏകദിന ലോകകപ്പ് അവർ വിജയിക്കുന്നു. മൂന്നാമത്തേൽ ഇന്ത്യക്കെതിരെ ഫൈനൽ അപ്രതീക്ഷിതമായി പരാജയപ്പെടുന്നു. അതിൽ തുടങ്ങുന്നു ശരിക്കും വെസ്റ്റ് ഇൻഡീസിൻ്റെ തകർച്ച. അതായത് ഹാട്രിക് വേൾഡ് കപ്പ് അടിക്കാൻ വന്ന ടീം ഇന്ത്യയെ പോലെ അന്നത്തെ കുഞ്ഞൻ രാജ്യത്തിന് മുമ്പിൽ അവിടെ തകർന്നടിഞ്ഞ് പിന്നീട് അവർക്ക് അതിൽ നിന്ന് ഏകദിന ക്രിക്കറ്റിൽ അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് അതിൽ നിന്ന് സാധ്യമായിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ലോകകപ്പിന് യോഗ്യത പോലും നേടാൻ കഴിഞ്ഞില്ല. T20 വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പ്ലെയർ മതി T20 ലോകകപ്പ് സ്വന്തമാക്കാൻ. ഇപ്പോൾ കഴിഞ്ഞ 2016 വേൾഡ് കപ്പാണെങ്കിലും കാർലോസ് ബ്രാത്ത്വൈറ്റ് ഒരു ഓവറിൽ 5 6 അടിക്കുന്നത്, അങ്ങനെ ടീമിനെ വിജയത്തിലെത്തിക്കുന്നു. അപ്പോൾ അതിനൊരു ഒറ്റ പ്ലെയർ മതി. അതിനേക്കാളും വലിയ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ നമ്മളൊരു ചർച്ച പോയിരുന്നൊരു പോക്ക് ഈ ബ്രയൻ ലാറ ഉൾപ്പെടെയുള്ള ഇതിഹാസ താരങ്ങൾ വരുമ്പോഴേക്കും മാറ്റമുണ്ടാവുന്നല്ലോ. എനിക്ക് തോന്നുന്നില്ല അതിന് അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകുന്നു. ഇപ്പോൾ 2 വേൾഡ് കപ്പ് വെസ്റ്റ് ഇൻഡീസിന് നേടിക്കൊടുക്കുന്നത് ഡാരൻ സെമിയാണ് ക്യാപ്റ്റൻ T20. ഡാരൻ സെമിയെ ഒരു പരിശീലകനാക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് ഡാരൻ സെമി വരുന്നത്. ഇത്രയും അനുഭവ സമ്പത്തുള്ള ടീമുകളെ നന്നായിട്ട് അറിയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അനുവിടെ പറഞ്ഞ പോലെ തന്നെ, പല ദ്വീപ സമൂഹങ്ങളിലായി ചിന്നിച്ചിതറി കിടക്കുന്ന താരങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ സമിയുടെ നായകനായിരുന്ന സമയത്ത് വേൾഡ് കപ്പ് അടിച്ച നായകനാണ്. പൊതുവെ കളിക്കളത്തിലെ മാന്യമായ പെരുമാറ്റമാണ് അദ്ദേഹത്തിന്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് സമി ഏൽപ്പിച്ചത്. പക്ഷേ വിരോധാഭാസം എന്ന് പറയട്ടെ, 2 വേൾഡ് കപ്പ് അടിച്ച സമിക്ക് കീഴിൽ തന്നെയാണ് വെസ്റ്റ് ഇൻഡീസ് 27 റൺസിന് ഓൾ ഔട്ട് ആവുന്നതും. സമി പരിശീലകനായിരിക്കുന്ന സമയത്ത് തന്നെയാണ് നേപ്പാളിനെതിരെ ഒരു പരമ്പര നഷ്ടമാകുന്നു. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രയൻ ലാറ ഉൾപ്പെടെയുള്ള താരങ്ങളെ കൊണ്ടുവന്ന് എന്ന് കരുതിയിട്ട് ആ ബോർഡ് മാറുമെന്ന് എനിക്ക് ഉറപ്പില്ല.